Hello മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്സ്. NMMS സൂപ്പർ ലീഗ് 4ന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ 35ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ദ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾ വിച്ച് ഡിവൈഡ്സ് ദ എർത്ത് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് എന്ന് വെച്ചാൽ ഭൂഗോളത്തെ എർത്തിനെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശീയ വൃത്തം ഏതാണ്, ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നു, അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നു, അഥവാ ദക്ഷിണായന രേഖ എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി അന്റാർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നു. മക്കളെ, ഏതാണ് ആൻസർ? നമ്മൾ സർക്കിൾ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡിലെ ഏരിയാസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അറിയുന്നുണ്ടാവും ഇതിൽ ഏതാണ് ആൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന ഓപ്ഷൻ എ ആണോ, അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ സി ഇക്വേറ്റർ ആണോ, ഓപ്ഷൻ ഡി അന്റാർട്ടിക് സർക്കിൾ ആണോ? ഇതിൽ അഥവാ ഉത്തരായന രേഖയാണോ, ദക്ഷിണായന രേഖയാണോ, ഭൂമധ്യരേഖയാണോ, അന്റാർട്ടിക് വൃത്തമാണോ? ഇതിൽ ഏതാണ് ആൻസർ എന്ന് മക്കൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കമന്റ് ചെയ്യുക. അതായത് ഭൂഗോളത്തെ 2 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്ന അക്ഷാംശീയ വൃത്തത്തെ വിളിക്കുന്ന പേരെന്താണ്? ഏതാണ് മക്കളെ? യെസ്, ഓപ്ഷൻ സി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്ന ഈ റീജിയനാണ് എന്ന് പറയുന്നത്. ഈ ഒരു സർക്കിളാണ്, ഈ ഒരു അക്ഷാംശീയ വൃത്തമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇക്വേറ്റർ റീജിയൻ ആണ്, ഇക്വേറ്റർ സർക്കിളാണ് എന്ന് പറയുന്നത് ഇതിന് ആൻസർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ സർക്കിളിന്റെ ഭാഗമായി ഈ നോർത്തേൺ റീജിയനെ വിളിക്കുന്ന പേരാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. ഇനിയോ ഈ സൗത്ത് റീജിയനെ, ഇക്വേറ്ററിന് താഴെയുള്ള ഈ സൗത്ത് റീജിയനെ വിളിക്കുന്ന പേരാണ് സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും, അഥവാ എന്ത് വിളിക്കും? ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം. ഇതിന് അഡീഷണൽ ആയിക്കാൻ നമുക്ക് കുറച്ച് ലാറ്റിറ്റ്യൂഡിനുള്ള സർക്കിൾസ് നമുക്ക് പഠിക്കാണ്ട്. 0 ഡിഗ്രിയുള്ള ലാറ്റിറ്റ്യൂഡിലുള്ള സർക്കിളാണ് ഏത് പറഞ്ഞാൽ ഇക്വേറ്റർ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇക്വേറ്റർ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന അഥവാ ഉത്തരായന രേഖ എന്ന് പറയും. എന്താണ്? ഓക്കെ, ഉത്തരായന രേഖ എന്ന് പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് 23 ഡിഗ്രിയാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ ഉള്ളത്. 23 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു ട്രോപ്പിക്കാണ്, ഒരു ലാറ്റിറ്റ്യൂഡിന്റെ സർക്കിളാണ് എന്ന് പറയുന്നത് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അതേപോലെ 23 ഡിഗ്രി പൊസിഷൻ മാറിയിട്ടുള്ള സദേൺ ഹെമിസ്ഫിയറിലെ ദക്ഷിണ ധ്രുവത്തിലുള്ള സർക്കിളാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്ന ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ 23 ഡിഗ്രി മാറിയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഉത്തര ധ്രുവത്തിലുള്ള ഏരിയയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നതും 23 ഡിഗ്രി മാറിയിട്ട് സൗത്ത് പോളിലേക്കുള്ള സദേൺ ഹെമിസ്ഫിയറിലെ ദക്ഷിണ ധ്രുവത്തിലുള്ള ഏരിയ അല്ലെങ്കിൽ സർക്കിൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഉത്തര ധ്രുവത്തിലുള്ള അടുത്ത 66 ഡിഗ്രി മാറിയിട്ടുള്ള സർക്കിളിനെ വിളിക്കുന്ന ആർട്ടിക് സർക്കിൾ എന്ന് ആർട്ടിക് വൃത്തം എന്ന് പറയുന്ന റീജിയൻ. അതുപോലെ തന്നെ 66 ഡിഗ്രി സൗത്ത് റീജിയനിലേക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്ക് മാറി ഉള്ള ദക്ഷിണ ധ്രുവത്തിലുള്ള റീജിയൻ വിളിക്കുന്ന പേരാണ് അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇക്വേറ്റർ എന്ന് പറയുന്നു 0 ഡിഗ്രിയിൽ, ഇതിന് 23 ഡിഗ്രി മാറി നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസറും സദേൺ ഹെമിസ്ഫിയറിലേക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും, അഥവാ 0 ഡിഗ്രിയിൽ നിന്ന് 23 ഡിഗ്രി ഉത്തര ധ്രുവത്തിലേക്ക് മാറി ഉത്തരായന രേഖയും ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറിയതിനെ ദക്ഷിണ രേഖയും വിളിക്കുന്നു. അടുത്ത ഡിവിഷനാണ് വരുന്നത് 66 ഡിഗ്രി 66 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഉത്തര ധ്രുവത്തിലേക്ക് മാറിയ ഏത് ആർട്ടിക് വൃത്തവും, അതുപോലെ തന്നെ 66 ഡിഗ്രി ഇക്വേറ്ററിൽ നിന്ന് 66 ഡിഗ്രി സദേൺ ഹെമിസ്ഫിയറിലേക്ക് ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറിയ ലാറ്റിറ്റ്യൂഡിലെ റീജിയനാണ് ഏരിയയാണ് അന്റാർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നത്. മക്കളുടെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ അഥവാ ആർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നത്
പഠിച്ചു വെക്കുക മക്കളെ. ഒരു ന്യൂസ് നിങ്ങളോട് അറിയിക്കാനുണ്ട്. എക്സാം വൈ ലേണിംഗ്സ് നിങ്ങൾക്കായിട്ട് NMMS ഫ്രീ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കാണാൻ, ഇതിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NMMSന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും പഠിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുക. താങ്ക് യു സോ മച്ച്.